സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുകയാണ്. 18ാം ലോക്സഭ വീണ്ടും ചരിത്രത്തിൽ ഇടം പിടിക്കുമ്പോൾ അതിന്റെ ഭാഗമാകുന്നത് കോൺഗ്രസ് നേതാവും MP-യുമായ കൊടിക്കുന്നിൽ സുരേഷാണ്. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് കൊടിക്കുന്നിൽ നിൽക്കുന്നത്. സഭയ്ക്കുള്ളിൽ ഇന്ത്യ മുന്നണിക്ക് എത്ര MP-മാരുടെ പിന്തുണ ഉണ്ടെന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പോടെ ബോധ്യമാകും. BJP ഏകപക്ഷീയമായ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ TDP നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മുതലെടുക്കാൻ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ആദ്യ നീക്കമായി സ്പീക്കർ തെരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും. കേന്ദ്രം ഭരിക്കുന്ന NDA-യിൽ നിന്ന് BJP അംഗം ഓം ബിർള വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം നൽകി. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാത്തതിനാൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്ത്യ മുന്നണിയിൽ ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ കൊടിക്കുന്നിൽ സുരേഷ്. അതേസമയം തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനായി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ മാരത്തോൺ ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. അവസാന നിമിഷം വരെ പ്രതീക്ഷയിലായിരുന്നു BJP. എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് ബോധ്യപ്പെടേണ്ട ആവശ്യകത കൂടി കണക്കിലെടുത്താണ് കോൺഗ്രസ് മത്സരിക്കുമെന്ന് അറിയിച്ചത്. സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഘടക കക്ഷികളിൽ പലരും വോട്ട് മാറ്റിക്കുത്തുമോ എന്ന ഭയവും BJP-യെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് BJP ഒഴികെയുള്ള പാർട്ടികൾക്ക് ഓം ബിർള എന്ന നേതാവിനോട് വലിയ മതിപ്പില്ല എന്നതാണ് വാസ്തവം. മോദിയുടെ ഇഷ്ടാനുഷ്ടങ്ങൾ നടപ്പിലാക്കുന്ന വെറും റബ്ബർ സ്റ്റാമ്പായി കഴിഞ്ഞ തവണ പല ഘട്ടങ്ങളിലും ബിർള മാറിയിരുന്നു. പ്രതിപക്ഷ MP-മാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത സംഭവം വരെ ബിർളയിൽ നിന്നുണ്ടായതായും കാണാൻ സാധിക്കും. 2014-ലും 2019-ലും കിട്ടിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ടായിരുന്നെങ്കിൽ നിലവിലെ അവസ്ഥ അതല്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികളെ പരിഗണിക്കാതെ തരമില്ല എന്ന് BJP-ക്ക് നല്ല ബോധ്യമുണ്ട്. സന്ധി സംഭാഷണത്തിന് മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗിനെ ഇറക്കി BJP ഷായോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതും സ്പീക്കർ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചതാണ്. പാർലമെന്റിലെ പ്രോട്ടോകോളും നടപടിച്ചട്ടങ്ങളും എല്ലാം പാലിച്ച് പ്രതിപക്ഷത്തെ നിയന്ത്രിച്ച് പാർട്ടിക്ക് തട്ടുകേടില്ലാതെ ലോക്സഭ നിയന്ത്രിക്കാനുള്ള ഹോട്ട് സീറ്റിൽ പാർട്ടിയുടെ ആള് തന്നെ വേണമെന്ന BJP-യുടെ മോഹമാണ് ഓം ബിർളയിൽ തന്നെ വീണ്ടും എത്തി നിൽക്കുന്നത്.